ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെയിലി കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മെയ് 10 അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്നലത്തെ മെയ് 9 വെള്ളിയാഴ്ച ദിവസത്തെ കളക്ഷനാണ്. ഇന്നലെ നമ്മുടെ ദിലീപേട്ടൻ്റെ പുതിയ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി റിലീസ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ റിലീസിന് മുമ്പുള്ള അഡ്വാൻസ് കളക്ഷൻ ഇന്നലത്തെ വീഡിയോയിൽ നോക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡേ 1 കളക്ഷൻ, അതുപോലെ തന്നെ പടക്കളം, സർക്കിട്ട്, അതുപോലെയുള്ള സിനിമകളുടെ ഡേ 2 കളക്ഷൻ, പിന്നെ അതുപോലെ നമ്മുടെ തുടരുത്തിൻ്റെ ഡേ 15 15ാമത്തെ ദിവസം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേൾഡ് വൈഡ് എത്ര കളക്ഷൻ ആയെന്ന് അറിയാമല്ലോ. ആദ്യം തന്നെ നമുക്ക് ചെറിയ സിനിമകളിൽ നിന്ന് തുടങ്ങാം. നമുക്ക് പടക്കളത്തിൻ്റെ ഡേ 2 എത്രയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പടക്കളം ഡേ 1 കേരള വന്നത് 32 ലക്ഷം രൂപയായിരുന്നു. അതുപോലെ തന്നെ ഡേ 2ഉം അതേപോലെ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡേ 2 32 ലക്ഷം രൂപ തന്നെയാണ് വന്നത്. അങ്ങനെ ടോട്ടൽ 2 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 64 ലക്ഷം രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ റെസ്റ്റ് ഓഫിൻ്റെയും ഓവർസീസും ഇതുവരെ ഡാറ്റ അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ അത് അപ്ഡേറ്റ് ആവുന്നതിനനുസരിച്ച് അടുത്ത ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ. ഇപ്പോൾ തൽക്കാലം 2 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 64 ലക്ഷം രൂപയാണ് പടക്കളത്തിന് കളക്ഷൻ വന്നിരിക്കുന്നത്. ഇനി അതിനുശേഷം നമ്മുടെ ആസിഫ് അലിയുടെ സർക്കിട്ട് എന്ന് പറഞ്ഞ സിനിമ, ഇതും ഡേ 2 ആണ്. ഇതിൻ്റെ ഡേ 1 കളക്ഷൻ 32 ലക്ഷം തന്നെയായിരുന്നു. പക്ഷേ ഇത് ഡേ 2 ചെറുതായിട്ടൊരു ഇടിവ് വന്നിട്ടുണ്ട്. ഡേ 2 വന്നിരിക്കുന്നത് 29 ലക്ഷം രൂപയാണ്. അങ്ങനെ ടോട്ടൽ 2 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 61 ലക്ഷം രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെയും പുറത്തുനിന്നുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ ഓവർസീസോ കളക്ഷനൊന്നും ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല. അത് അപ്ഡേറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വരുന്ന ദിവസങ്ങളിലെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇനി അതിനുശേഷം ഇന്നലെ റിലീസ് ചെയ്ത നമ്മുടെ ദിലീപേട്ടൻ്റെയും ധ്യാൻ ശ്രീനിവാസിൻ്റെയൊക്കെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ, പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ അഡ്വാൻസ് കളക്ഷൻ നമ്മൾ പറഞ്ഞതാണ്. കേരളത്തിൽ നിന്ന് 29 ലക്ഷവും വേൾഡ് വൈഡ് 42 ലക്ഷമാണ് റിലീസിന് മുമ്പ് പ്രീ സെയിൽസിൽ വന്നത്. അപ്പോൾ ഡേ 1 എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡേ 1 കേരള വന്നിരിക്കുന്നത് 96 ലക്ഷം രൂപയാണ്. അപ്പോൾ 1 കോടി എത്തിയില്ല, ഏകദേശം 1 കോടിക്ക് അടുത്ത് വരെ എത്തി. 96 ലക്ഷം കുഴപ്പമില്ലാത്തൊരു കളക്ഷൻ തന്നെയാണ്. അതിനുശേഷം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഒരു 18 ലക്ഷവും ഓവർസീസിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഡാറ്റ ഇതുവരെ കിട്ടിയിട്ടില്ല, വൈകുന്നേരം ആവുമായിരിക്കും. അപ്പോൾ ഇതുവരെ കിട്ടിയ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഏകദേശം $62,000, അതായത് ഏകദേശം 53 ലക്ഷം രൂപയാണ് ഓവർസീസിൽ നിന്ന് വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ഡേ 1 1,67 ലക്ഷം രൂപയാണ് നമ്മുടെ ദിലീപേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് വന്നിരിക്കുന്നത്. ഇത് തെറ്റില്ലാത്തൊരു കളക്ഷനാണ്. ഇനി ഈ വീക്കെൻഡിൽ എങ്ങനെ പോകും, ഇന്നും നാളെയൊക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള വേർഡിക്റ്റ്. ഇനി നമ്മുടെ ബ്ലോക്ക് ബസ്റ്ററായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ തുടരും കളക്ഷൻ നോക്കാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. ഇപ്പോൾ തുടരും ഇറങ്ങിയിട്ട് 15 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ 15ാമത്തെ ദിവസത്തെ കളക്ഷനാണ് നോക്കുന്നത്. ഡേ 15 ഫ്രൈഡേ. അപ്പോൾ കേരള വന്നിരിക്കുന്നത് 2,85 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇന്നലെയും കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ തുടരും തന്നെയാണ്. ബാക്കി എത്ര സിനിമകൾ ഇറങ്ങിയെന്ന് പറഞ്ഞാലും ഇപ്പോഴും കേരളത്തിലെ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് തുടരും തന്നെയാണ്. അതിനുശേഷം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും മലയാളം വേർഷൻ ഇന്നലെ 15 ലക്ഷവും, പിന്നെ ഇന്നലെ തമിഴ് വേർഷൻ റിലീസായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രീ സെയിൽസൊക്കെ നമ്മൾ പറഞ്ഞതാണ്. 16 ലക്ഷം രൂപ പ്രീ സെയിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിലെ തമിഴ് വേർഷൻ്റെ ഡേ 1 കളക്ഷൻ വന്നിരിക്കുന്നത് 32 ലക്ഷം രൂപയാണ്. അങ്ങനെ ഇന്നലെ റെസ്റ്റ് ഓഫ് ഇന്ത്യ എല്ലാ വേർഷനും കൂടെ ചേർത്തിട്ട് 47 ലക്ഷം രൂപയാണ് ഇന്നലെ റെസ്റ്റ് ഓഫ് ഇന്ത്യ വന്നിരിക്കുന്നത്. ഓവർസീസിൽ നിന്ന് വെള്ളിയാഴ്ച ആയതിൻ്റെ നമുക്കൊരു ഹൈക്ക് നമുക്ക് കാണാൻ പറ്റും. ഓവർസീസിൽ നിന്ന് $2,90,000, അതായത് ഏകദേശം 2,45 ലക്ഷം രൂപയാണ് ഇന്നലെ വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ഇന്നലെ മാത്രം ഡേ 15 മാത്രം തുടരും വേൾഡ് വൈഡ് 5,80,00,000. ഇനി ഇതുവരെയുള്ള ടോട്ടൽ 15 ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ കേരള 86,28,00,000, അപ്പോൾ 86 കോടി രൂപ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റെസ്റ്റ് ഓഫ് ഇന്ത്യ 16,42,00,000, അപ്പോൾ ഇവിടെയും 16 കോടി മാർക്ക് ക്രോസ് ചെയ്തു. ഇനി മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ കുറച്ചും കൂടി സ്പീഡിൽ പോകുന്നു, കാരണം തമിഴ് വേർഷൻ ഇപ്പോൾ ഇറങ്ങി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി ഓടുന്നുണ്ടല്ലോ. അപ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഫൈനൽ ഒരു 20 കോടി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനുശേഷം ഓവർസീസ് 10.03 മില്യൺ, അപ്പോൾ 10 മില്യൺ എന്ന് പറഞ്ഞ ഒരു മൈൽ സ്റ്റോൺ മാർക്ക് മറികടന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ മലയാളത്തിൽ ആകെപ്പാടെ 2 10 മില്യനേ ഉള്ളൂ. ആ 2 10 മില്യണും നമ്മുടെ ലാലേട്ടൻ്റെ സിനിമകൾക്കാണ്. അപ്പോൾ ഓവർസീസിലെ 10.03 മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം 85,25,00,000 രൂപ വരും നമ്മുടെ ഇന്ത്യൻ റുപ്പി. അങ്ങനെ നമ്മുടെ തുടരും സിനിമ ടോട്ടൽ വേൾഡ് വൈഡ് 15 ദിവസം കൊണ്ട് കളക്ഷൻ വന്നിരിക്കുന്നത് 187,95,00,000 രൂപയാണ്. അതായത് ഒരു 188 കോടി രൂപ. അപ്പോൾ 188 കോടി രൂപ വെറും 15 ദിവസം കൊണ്ട് കളക്ഷൻ നേടി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ചയാണ്. അപ്പോൾ ഈ 2 ദിവസങ്ങളും വലിയ രീതിയിൽ തന്നെയുള്ള കളക്ഷൻ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ ഈ സൺഡേയോടുകൂടി, നാളെയോടുകൂടി തന്നെ സിനിമ 200 കോടി കളക്ഷനിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെയിലി കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോ ഇവിടെ കഴിയുവാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സിനിമകളുടെ വാർത്തകളും ബാക്കി ഡെയിലി കളക്ഷൻ അപ്ഡേറ്റും ഒക്കെ ആയിട്ട് അപ്പോൾ നാളെ രാവിലെ ഇതേ സമയത്ത് നമുക്ക് കാണാം.